അല്ലേ അല്ലേ ഒരു ചെട്ടുപടി കയറിയിട്ടൊക്കെ പോവുള്ളൂ. ഇജപ്പ എത്ര 5 മണിക്ക് എത്തുള്ളൂ. കണ്ടുപിടിച്ചാളുടെ അല്ല നീ ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഏകദേശം വീഡിയോ കണ്ടപ്പോൾ കാര്യം കത്തിയിട്ടുണ്ടാവും. നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. എൻ്റെ വീട്ടിൽ 2 ആഴ്ച പാർക്കാൻ നിന്നിട്ട് നമ്മൾ തിരിച്ചു പോകാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മാനത എല്ലാവരും മുഖത്ത് കൊണ്ടുപോകുന്ന ഒന്നാമത്തെ വിഷയം മോളെ കേട്ടോ. അവൾ ഇത്രയും ദിവസം അവിടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ഇനി നമ്മളങ്ങോട്ട് പോകുമ്പോൾ അവിടെ വീഡിയോ ഒഴിയുന്ന നമ്മൾ 100 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. പോകുന്ന വഴിക്കൊന്ന് ബേക്കറി കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കയറിയതാട്ടോ ഇത്. ബേക്കറി കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കണ്ണിലാമറും എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ എൻ്റെ കണ്ണിൽ പെട്ട ഒരു സാധനമാണ് ഈ ചോക്ലേറ്റ് കേക്ക്. അങ്ങനെ ചോക്ലേറ്റ് കേക്ക് മേടിച്ചു. അപ്പോൾ അതോടെ എന്നോട് പറയുന്നുണ്ട് അന്നേം കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലവാണെങ്കിൽ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇത് അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാട്ടോ. നമ്മൾ കഴിക്കുന്ന കാണുമ്പോൾ അവർക്കുണ്ടാവല്ലോ ആഗ്രഹം. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കൂടെ ആട്ടോ. അവളുടെ അടുത്ത് കയറിയിട്ട് വേണം നമുക്ക് വയനാട്ടിലേക്ക് പോകാൻ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇയാളുടെ കൂടെ ഒരാളൂടെ ഉണ്ട്, ഷെമി. ഇനിയും ഉണ്ട്, പക്ഷേ എൻ്റെ ഫേവറേറ്റ്, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള 2 ആൾക്കാർ ഇവരാണ്. ഇരട്ടിക്കൊട്ടികളുടെ അമ്മ ചാടെടുത്താ ആടാന്നെത്തിക്കണേ. മോളുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞത്. എനിക്ക് കൂടാൻ കഴിഞ്ഞില്ല. അപ്പോൾ മോളുടെ അടുത്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അവളെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 10-12 വർഷം ഉള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇന്നും അത് അതേ ഡെപ്തിൽ, എന്നും വിളിക്കും കോൾ ചെയ്യും ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്നും അതേ ഒരു ഡെപ്തിൽ നമുക്ക് ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരത്തെ ബഹളങ്ങൾക്ക് ശേഷം അല്ലി ഉറങ്ങിട്ടോ. പിന്നെ ഞാനും അതോടൊപ്പം ഓരോ കഥയും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് 2 ആഴ്ച വീട്ടിലൊന്നല്ല, അതിൻ്റെ കൊച്ചു വിശേഷങ്ങൾ, പിണക്കങ്ങൾ, പരാതികളൊക്കെ പറഞ്ഞ് ഞാനും ഉറങ്ങിപ്പോയി. പിന്നെ അതോടെ വിളിച്ച് ഉണർത്തിയപ്പോഴാണ് എണീറ്റത്. എന്നിട്ട് അതോടെ പരാതി പറയാം, ഈ 2 ആളും കിടന്ന് ഉറങ്ങും, ഞാൻ ഇങ്ങനെ യന്ത്രങ്ങളെ പോലെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന നടക്കൂല എന്ന്. അതോടെ ഒറ്റയ്ക്ക് ഇങ്ങനെ സൈഡിൽ ആരും വർത്തമാനം പറയാനാണ് വണ്ടി ഓടിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചു ഞാൻ. അങ്ങനെ പോയി നമ്മളൊരു കടയിൽ കേട്ടോ. ചായക്കട എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ. കുറേ ഈ കസ്തൂരി മഞ്ഞൾ, പിന്നെന്താ കാപ്പിപ്പൊടി, ഉപ്പിലിട്ടത്, അങ്ങനത്തെ നാടൻ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് അതോടെ എന്തോ ഒരു കാടമുട്ട അങ്ങനെ എന്തോ ഒരു സാധനം കഴിച്ചു. ഞാൻ ഒരു കട്ട്ലറ്റും ചായയും കഴിച്ചു. നമ്മൾ കയറി വരുമ്പോൾ ഇത്ര മഴയില്ലായിരുന്നു, പക്ഷേ ഇറങ്ങാൻ നേരം നല്ല മഴയായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് മഴയ്ക്ക് അത്യാവശ്യം കുറേ നേരം അവിടെ നിന്നു. ഒന്ന്